നമസ്കാരം. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം മുലപ്പാലിൻ്റെ ഇഷ്യൂ ആണ്. അതായത് മുലപ്പാൽ എൻ്റെ കുട്ടിക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാകുന്നുണ്ടോ, കുട്ടി എപ്പോഴും കരയുന്നുണ്ട്, അത് പാല് കിട്ടാഞ്ഞിട്ടാണോ, പാല് കുറവായത് കൊണ്ടാണോ എന്നൊക്കെയുള്ള സംശയം എല്ലാ അമ്മമാർക്കും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഒ പിയിൽ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്നത് എപ്പോഴും എങ്ങനെ മുലപ്പാൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ചോദിച്ചിട്ട് പല അമ്മമാരും ഒ പിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കുറയാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയാണ് ഇന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്ന സാധനം ഒരമ്മയുടെ ബ്രസ്റ്റിലേക്ക് പാൽ ഉണ്ടാകുന്നതും പാല് പുറത്തേക്ക് വരുന്നതും അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇതിൽ മെയിനായിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് ഹോർമോൺസ് ആണുള്ളത്. ഒന്ന് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണും രണ്ട് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോണും. ഈ രണ്ട് ഹോർമോണും എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന രണ്ട് ഹോർമോണുകളാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഹോർമോൺ, അതായത് പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ബ്രസ്റ്റിൽ കൂടുതലായിട്ട് പാൽ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്നത്. എന്നാൽ രണ്ടാമത് പറഞ്ഞ ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ് ബ്രസ്റ്റിൽ ഉണ്ടായ പാല് കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഹോർമോൺസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെന്തെങ്കിലും പ്രശ്നം കാരണം ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കുറയാം. അപ്പോൾ ഇത് കൂട്ടാനുമുള്ള മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കൂട്ടാനുള്ള കാര്യം പറഞ്ഞോളട്ടെ. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫീഡിങ്ങും ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നഴ്സിങ്ങും. അതായത് അമ്മ എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ഇടവിട്ട് കുട്ടിക്ക് പാല് കൊടുക്കുന്നോ, എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് ബേബി ബ്രസ്റ്റിൽ സക്ക് ചെയ്യുന്നോ, അത്രത്തോളം പ്രൊലാക്റ്റിൻ സെക്രീഷൻ കൂടുകയും അത് കൂടുതൽ പാലുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ അത് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, എത്രത്തോളം ഞാൻ ഫീഡ് ചെയ്യണം, എത്രത്തോളം ബേബിയെ സക്ക് ചെയ്യിപ്പിക്കണം. ഫ്രീക്വൻറ്റ് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ബേബി ആയിട്ട് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ബേബിയെ കൊഞ്ചിക്കുക, അതൊക്കെ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഫീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫസ്റ്റ് 6 വീക്സ്, അതായത് ആദ്യത്തെ 6 ആഴ്ച അല്ലെങ്കിൽ 45 ദിവസം വരെ 8 മുതൽ 12 പ്രാവശ്യം വരെ ബേബിയെ ഫീഡ് ചെയ്യിക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ഓരോ 2 മണിക്കൂർ അല്ലെങ്കിൽ ഓരോ 3 മണിക്കൂർ ഇടവിട്ട് ബേബിയെ ഫീഡ് ചെയ്യിക്കേണ്ടി വരും. ഫീഡ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർ ചെയ്യുന്നത് ഒരു ബ്രസ്റ്റിൽ കുറച്ച് സമയം ഫീഡ് ചെയ്യും, അത് കഴിയുമ്പോൾ അടുത്ത ബ്രസ്റ്റിലേക്ക് കുഞ്ഞിനെ മാറ്റും, കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉറങ്ങും, കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തും. ഒരു മണിക്കൂർ ആകുമ്പോഴത്തേക്കിന് കുട്ടി വീണ്ടും എണീക്കും, കരയും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള പാലില്ലാഞ്ഞിട്ടാണ്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ഇതാണ്. എന്താ കാരണം എന്ന് പറയട്ടെ. ഒരു ബ്രസ്റ്റിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് കഴിയാൻ, അതായത് ഒരു ബ്രസ്റ്റിലെ ഫുൾ മിൽക്ക് കഴിയാൻ ഏകദേശം 15 to 20 മിനിറ്റ്സ് ഒരു ബേബി ആ ബ്രസ്റ്റിൽ സക്ക് ചെയ്യണം. ഇതിൽ ബ്രസ്റ്റ് മിൽക്കിൽ തന്നെ നമുക്ക് 2 പോർഷൻസ് ഉണ്ട്. ആദ്യം വരുന്ന മിൽക്കിനെ നമ്മൾ ഫോർ മിൽക്ക് എന്നാണ് പറയുക. ഈ ഫോർ മിൽക്കിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ കൂടുതലും വെള്ളമാണ്. അപ്പം ആദ്യം വരുന്ന ഫോർ മിൽക്കിൽ കൂടുതൽ വെള്ളമാണ്. അത് കുട്ടിയുടെ ദാഹത്തിനെ ശമിപ്പിക്കുന്നു. രണ്ടാമത് ബാക്കിൽ, അതായത് ആദ്യത്തെ ഫോർ മിൽക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഹൈൻ മിൽക്ക്. ഈ ഹൈൻ മിൽക്കിൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് ഫാറ്റ് കണ്ടന്റ് കൂടുതലാണ്, അതായത് കൊഴുപ്പിൻ്റെ അളവ് കൂടുതലാണ്. ഇത് കുട്ടിയുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് വിശപ്പ് മാറും. അപ്പോൾ കുട്ടിക്ക് ആക്ച്വലി വിശപ്പ് മാറണമെങ്കിൽ ഈ ഹൈൻ മിൽക്ക് കൂടെ വേണം. അതായത് ഒരു ബ്രസ്റ്റിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഒരു കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത ബ്രസ്റ്റിലേക്ക് മാറ്റുക, കുട്ടിക്ക് ആവശ്യം കഴിഞ്ഞില്ലെങ്കിൽ. അപ്പോൾ ഒരു ബ്രസ്റ്റിൽ നിന്നും ഒരു 15 to 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫീഡ് ചെയ്യിപ്പിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് കുഞ്ഞിൻ്റെ വിശപ്പ് അകറ്റാൻ വേണ്ടി സഹായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഒരു 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കിടന്നുറങ്ങും, അത് കഴിഞ്ഞിട്ടേ വിശന്ന് എണീക്കുള്ളൂ. അപ്പോൾ ഇത് ഫ്രീക്വൻറ്റ് സക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞു, നഴ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. അമ്മയും കുട്ടിയും തമ്മിലുള്ള സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്. ഫീഡ് ചെയ്യിപ്പിക്കുമ്പോഴാണെങ്കിൽ പോലും വേറൊരാൾ വന്ന് പിടിച്ച് കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് അമ്മ ഫീഡ് ചെയ്യുന്നത് ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ അത്രയും കൂട്ടാൻ സഹായിക്കില്ല. പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നൈറ്റ് ഫീഡ്സ്, അതായത് രാത്രി ഉണ്ടാകുന്ന ഫീഡ്സ് കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കൂട്ടും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഇനി ഇത് 45 ദിവസം വരെയുള്ള കാര്യം. ഇനി 45 ദിവസം കഴിഞ്ഞ് 6 മാസം വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന സമയം. ഈ 6 ആഴ്ച മുതൽ 6 മാസത്തിനിടയ്ക്ക് വരുന്ന സമയം ഒരു 8 മുതൽ 10 പ്രാവശ്യം വരെ ഡെയിലി ഫീഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഓഫ് ഫീഡ്, എത്രത്തോളം ഫീഡ് ചെയ്യണം എന്ന് ചോദിക്കുന്നതിന് ഉത്തരം. അപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നഴ്സിംഗ്, 2 ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സക്കിങ്.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ലാച്ചിങ്. എന്താണ് ലാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പ്രോപ്പറായിട്ട് ബ്രസ്റ്റുമായിട്ട് അതായത് അതിൻ്റെ വാ അറ്റാച്ച് ചെയ്യുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത് കുട്ടി അമ്മയുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൽ മാത്രം കുട്ടി സക്ക് ചെയ്യുകയും അങ്ങനെ പാല് കുടിക്കുകയും ചെയ്യുന്നത് ആണ് കാണാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന്, പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് മിൽക്ക് പുറത്തേക്ക് വരില്ല. രണ്ട് എന്ന് പറയുന്നത് അമ്മയുടെ നിപ്പിൾസ് പൊട്ടാനുള്ള സാധ്യത നിപ്പിളിൽ മാത്രം സക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ആ ബ്രസ്റ്റ് നിപ്പിളിന് ചുറ്റുമുള്ള കറുത്ത പോർഷൻ, അതിനെയാണ് ഏരിയോള എന്ന് പറയുന്നത്, ആ കറുത്ത പോർഷനും കൂടെ മാക്സിമം കുട്ടിയുടെ വായ്ക്കുള്ളിലേക്ക് പോകത്തക്ക രീതിയിൽ കുട്ടിയെ അറ്റാച്ച് ചെയ്യിപ്പിക്കുക. കുട്ടിയുടെ ചിന്ന്, അതായത് താടി അമ്മയുടെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം. അമ്മ കുട്ടിയെ പിടിക്കുന്നത് ഒരു കൈയിലായിരിക്കണം. കുട്ടിയുടെ തല അമ്മയുടെ എൽബോ, അതായത് കൈ മടക്കിൻ്റെ അവിടെ വരണം. കുട്ടിയുടെ ബട്ടക്സ് അമ്മയുടെ കയ്യിൽ പാദത്തിനുള്ളിൽ സപ്പോർട്ടഡ് ആയിരിക്കണം. അമ്മ കംഫർട്ടബിൾ ആയിട്ടിരിക്കണം. അതായത് ബാക്ക് സപ്പോർട്ട് ചെയ്ത് ചാരി ഇരുന്ന് അമ്മ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ നടക്കുക. അമ്മ കൂനിക്കൂടി ഇരുന്ന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇരുന്ന് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്ന കാരണം കുട്ടിക്ക് നേരാണ് അറ്റാച്ച് ചെയ്യാൻ പറ്റാതെ വരികയും അത് കാരണം ബ്രസ്റ്റ് മിൽക്ക് കുട്ടിക്ക് പ്രോപ്പറായിട്ട് കിട്ടാതെ വരികയും ചെയ്യാം. അപ്പോൾ എപ്പോഴും മദർ റിലാക്സ് ചെയ്ത് ബാക്കിലേക്ക് ചാരി ഇരുന്ന് ബാക്ക് സപ്പോർട്ടഡ് ആയിട്ട് ഇരുന്നിട്ട് കുഞ്ഞിനെ പില്ലോ എന്തെങ്കിലും വെച്ച് പൊക്കി പ്രോപ്പറായിട്ടിരുന്ന് ഫീഡ് ചെയ്യുന്ന എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെയാണ് നമ്മൾ ലാച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, അമ്മയുടെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്. എപ്പോഴും എല്ലാവരും പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ആഹാരം വളരെയധികം ശ്രദ്ധിക്കും. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ചില അമ്മമാർക്ക് ഒരു ചിന്താഗതിയുണ്ട്, ഡെലിവറി കഴിഞ്ഞാൽ ഉടനെ വെയിറ്റ് കുറയ്ക്കണം, അതിനുവേണ്ടി ഫുഡ് അങ്ങ് റെസ്ട്രിക്റ്റ് ചെയ്യാം, കുറച്ചാലേ വെയിറ്റ് കുറയത്തുള്ളൂ എന്ന്. നോ. കാരണം നമ്മൾ പ്രഗ്നൻസിയിൽ ഇരിക്കുമ്പോൾ നോർമൽ ഒരു ലേഡി കഴിക്കുന്നതിനേക്കാളും 300 കിലോ കാലറീസ് ആണ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡിക്ക് വേണ്ടതെങ്കിൽ അമ്മ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 300 അല്ല 500 കിലോ കാലറീസ് ആണ് ഒരു അമ്മയ്ക്ക് കൂടുതൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ നോർമലിനേക്കാളും, അതായത് പ്രഗ്നൻസി ആയിരിക്കുന്നതിനേക്കാളും കൂടുതൽ ഫുഡ് അമ്മയ്ക്ക് പാല് കൊടുക്കുന്ന സമയത്ത് വേണം. അതും കൊടുക്കുന്ന ഫുഡോ കുറച്ച് റീഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് കുറച്ച്, കൂടുതൽ ജങ്ക് ഫുഡ്സ് കഴിക്കാതെ വീട്ടിൽ പാകം ചെയ്യുന്ന പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അമ്മ കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാനും അത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ഹൈഡ്രേഷൻ. പലരും ചെയ്യുന്ന കാര്യമുണ്ട്, ഈ ഡെലിവറി കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ആയുർവേദ മരുന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം അമ്മയ്ക്ക് കൊടുക്കാറില്ല. അതുപോലെ തന്നെ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, വെള്ളം ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ വയറ് ചാടും. നോ, അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല. ആക്ച്വലി ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന അമ്മമാരിൽ ഏകദേശം 3 to 3.5 ലിറ്റേഴ്സ്, അതായത് 3 മുതൽ 3.5 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം ഒരു അമ്മ കുടിച്ചിരിക്കണം. കാരണം പാലിൽ മെയിനായിട്ടുള്ളത് വെള്ളമാണ്. അതില്ല എന്നുണ്ടെങ്കിൽ, അമ്മ ഡീഹൈഡ്രേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പാല് കിട്ടില്ല. പിന്നെ പലരും ചോദിക്കുന്ന കാര്യമാണ്, എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ, വീട്ടിലെ എന്തൊക്കെ ഫുഡ് കൂടുതൽ കഴിച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കൂടാം? അങ്ങനത്തെ ഫുഡ് ഉണ്ടോ? ഉണ്ട്. ഉലുവ, അതുപോലെ തന്നെ കൂരവ്, അതായത് റാഗി, അതുപോലെ ജീരകം, അതുപോലെ പച്ചിലക്കറികൾ, പിന്നെ ഓട്സ്, ക്യാരറ്റ്, പപ്പായ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കൂടും. അതുപോലെ തന്നെ ചില ആയുർവേദിക് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. ചിലർക്ക് നമ്മൾ തീരെ പാല് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളവർക്കാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ പൊടികൾ കൊടുക്കാറുണ്ട്. അത് ശതാവരി, അതുപോലെ തന്നെ ദശമൂല, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അടങ്ങിയ കുറച്ച് ലേഹ്യങ്ങളോ അല്ലെങ്കിൽ പൊടികളോ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കൂട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് അമ്മ എടുക്കണം എന്നുള്ളതാണ്. പലരും പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അയണും കാൽഷ്യവും എടുക്കില്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡെലിവറി സമയത്ത് നിങ്ങൾക്ക് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്, രക്തം പോകുന്നുണ്ട്. അത് കാരണം നിങ്ങളുടെ ശരീരത്തിൽ രക്തക്കുറവ് വരാം, അനീമിയ വരാം. രക്തക്കുറവുള്ള ഒരു അമ്മയ്ക്ക് ഒരിക്കലും നോർമലായിട്ടുള്ള ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ ഉണ്ടാവില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഡെലിവറി കഴിഞ്ഞാലും അയണും വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സ് അത്യാവശ്യമാണ്. പിന്നെ പാലിൽ എന്ന് പറയുന്ന ബ്രസ്റ്റ് മിൽക്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കാൽഷ്യമാണ്. സോ കാൽഷ്യം സപ്ലിമെൻറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് പാല് കൊടുക്കുന്ന ത്രൂ ഔട്ട് പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി ആയി ത്രൂ ഔട്ട് ടൈം, ഇപ്പോൾ 1.5 വർഷം വരെ അമ്മ പാല് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 വർഷം വരെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇടവിട്ടെങ്കിലും കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ അമ്മ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാൽഷ്യം പ്ലസ് വൈറ്റമിൻ D3. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് omega-3 ഫാറ്റി ആസിഡും മെഗ്നീഷ്യവും. ഇത് ബ്രസ്റ്റ് മിൽക്കിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കും. ഇതെല്ലാം ആയിക്കോട്ടെ, പക്ഷേ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ബാക്കി ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അമ്മയുടെ സ്ട്രെസ് റിലീഫും അമ്മയുടെ ഉറക്കവും.
സ്ട്രെസ്സ് എന്ന് പറയുന്ന ഫാക്ടർ അമ്മയ്ക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രസ്റ്റ് മിൽക്ക് കുറഞ്ഞിരിക്കും. അത് പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരുടെ സംഭാഷണം, അതായത് എന്തുകൊണ്ട് ഡെലിവറി സിസേറിയൻ ആയിപ്പോയി, എന്തുകൊണ്ട് ഡെലിവറി ആയി, അടുത്തത് ഇനി സിസേറിയൻ ആവില്ലേ, അവൾക്ക് വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ കുഞ്ഞിന് പാല് പ്രോപ്പറായിട്ട് കൊടുക്കുന്നില്ല, കുഞ്ഞിനെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള ടോക്സ് വരുമ്പോൾ അമ്മ ഒബ്വിയസ്ലി ടെൻസ്ഡ് ആവും, അമ്മയ്ക്ക് സ്ട്രെസ്സ് കൂടും. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് പ്രൊലാക്റ്റിൻ ആൻഡ് ഓക്സിറ്റോക്സിൻ സെക്രീഷൻ കുറയ്ക്കും. അത് കാരണം അമ്മയ്ക്ക് ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ കുറയ്ക്കും. സോ അമ്മ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബി വെരി കെയർഫുൾ, അമ്മയെ സ്ട്രെസ് ഫ്രീ ആക്കി വെക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ ഉറക്കമാണ്. നൈറ്റ് ഒബ്വിയസ്ലി മിക്കവാറും ബേബീസ് നൈറ്റ് ഉറങ്ങാത്ത ബേബീസ് ആയിരിക്കും. നൈറ്റ് ഉണർന്നിരിക്കേണ്ടി വരും അമ്മയ്ക്ക്. പലരും ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിലും ഈ നൈറ്റ് സ്ലീപ്പ് കോംപ്രമൈസ്ഡ് ആവും. കാരണം പകലാകുമ്പോഴത്തേക്കിനും അവർക്ക് എണ്ണയിടൽ, തേച്ച് കുളി അങ്ങനത്തെ പരിപാടികൾ ഒരുപാടുണ്ടാവും. അത് കാരണം അമ്മയുടെ സ്ലീപ്പ് കോംപ്രമൈസ്ഡ് ആവും. നോ, അമ്മയുടെ സ്ലീപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അമ്മ കുട്ടി ഉറങ്ങുന്നതിൻ്റെ കൂടെ അമ്മയെ ഉറങ്ങാൻ അനുവദിക്കുക. അതല്ല അങ്ങനെ തീരെ പറ്റുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുട്ടിയെ കുറച്ച് നേരമെങ്കിലും ഫീഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളവർ മാനേജ് ചെയ്യുക. സോ ദാറ്റ് അമ്മയ്ക്ക് ആ സമയത്ത് റെസ്റ്റ് കിട്ടട്ടെ എന്നുള്ളത്.